സ്പൈഡർ ടിങ്കോയുടെ കഥയുടെ ഉത്ഭവം ഇങ്ങനെയാണ്. 2013 ഈമാൻ്റെ ഒരു കഥ തീർന്നതോടെ ബാലഭൂമി അന്ന് ഈമാൻ അവസാനിച്ചിരുന്നു. തുടർന്നുള്ള മാസികയിൽ എന്ത് കഥ കൊടുക്കണമെന്ന് അവർ വളരെയധികം ആലോചിച്ചു. അങ്ങനെ ഈമാൻ്റെ കഥ എഴുതുന്ന അതേ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ തന്നെ സ്പൈഡർ ടിങ്കോ എന്ന പുതിയൊരു കഥാപാത്രത്തെ ആവിഷ്കരിക്കുകയായിരുന്നു. കഥയുടെ പേരിലെ പോലെ തന്നെ ഡിങ്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിലെ മെയിൻ കഥാപാത്രം. പ്രൊഫസർ ബച്ചു സിംഗിൻ്റെ പരീക്ഷണശാലയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചിലന്തി ഡിങ്കോയെ കടിക്കുന്നു. തുടർന്ന് അയാളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് ഭയന്ന് വീട്ടുകാർ അയാളെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ഡിങ്കോ രക്ഷപ്പെടുന്നു. തുടർന്ന് ഡിങ്കോ പ്രൊഫസർ ബച്ചു സിംഗിൻ്റെ വീട്ടിലെത്തുന്നു. അങ്ങനെ അയാൾ നടന്ന സംഭവങ്ങളെല്ലാം ഡിങ്കോയോട് വിവരിക്കുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന പവറിനെ കുറിച്ചൊക്കെ ഡിങ്കോയോട് പറയുന്നു. അത്ഭുത മരുന്നുകൾ തേച്ച ചായങ്ങൾ കൊണ്ട് ഡിങ്കോയുടെ ദേഹത്ത് കുറേ ഡിസൈൻ വരയ്ക്കുന്നു. ആവശ്യമുള്ള സമയത്ത് ഡിസൈൻ തനിയെ തെളിഞ്ഞു വരുമെന്ന് പറയുന്നു. അതായത് എന്തെങ്കിലും അപകടമായ സിറ്റുവേഷനുകളിൽ ഡിങ്കോയുടെ ശരീരത്ത് നീല നിറമുള്ള ഈ ഒരു ചായം പ്രത്യക്ഷപ്പെടുന്നു. ഇതിൻ്റെ മെയിൻ കഥ എന്താണെന്ന് വെച്ചാൽ ബച്ചു സിംഗിനെ പിടികൂടാനായിട്ട് മുർമുർ സിംഗ് എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രമുണ്ട്. അയാൾക്ക് പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ഇയാളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ബച്ചു സിംഗ് നമ്മുടെ സ്പൈഡർ ടിങ്കോയുടെ സഹായത്തോടു കൂടി മുർമുർ സിംഗിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഇതിൻ്റെ കഥ. ഇതിൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാനെ പോലെ വലവിടാനും അതുപോലെ പശ ശരീരത്ത് അങ്ങനെയുള്ള എല്ലാ കഴിവും സ്പൈഡർ ടിങ്കോയ്ക്കും ഉണ്ട്. 2013 ഏകദേശം കഴിയാറായ സമയത്ത് ഈമാൻ വീണ്ടും തിരിച്ചു വരികയും അപ്പോൾ തന്നെ സ്പൈഡർ ടിങ്കോ ബാലഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു.